നീട്ടുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. ഐസക് ന്യൂട്ടൺ പറഞ്ഞ ഒരു വാചകമുണ്ട്, മൂന്നാം ചലന നിയമം. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. അതായത് എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഇവിടെ ഉണ്ടായിരിക്കും. അത് മാത്രമേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഞാൻ എന്റെ സ്വാഗത കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ടൗൺ കമ്മിറ്റി മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഈ പെരവളശ്ശേരിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ സത്യപ്രകാശൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ഷജിജ, അതുപോലെ തന്നെ ഇവിടെ ഷാജി മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ പെരുവളശ്ശേരി, ആ പെരളശ്ശേരിയുടെ തിരുസന്നിധിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഓഫീസ് ഔപചാരികമായി ഇന്ന് തുറന്നിരിക്കുന്നു. ഈ പെരളശ്ശേരി ടൗൺ കമ്മിറ്റിയുടെ ഓഫീസാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദേശീയ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള ശ്രമങ്ങളാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഈ ഓഫീസിന് എതിർക്കുന്ന ഒരു സാധാരണ ടൗൺ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ പെരളശ്ശേരി ടൗണിൽ തങ്ങളുടെ ഇംഗിതം മത്തിന് മാത്രമേ വഴങ്ങാൻ പാടുള്ളൂ, തങ്ങളുടെ ആജ്ഞാനുമത്തികളായി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ സംഘ പരിവാർ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയെ തടയിടാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒരു ചുട്ട മറുപടി നൽകണമെന്നുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ രീതിയിലുള്ള പ്രകടനങ്ങളും പൊതുയോഗവും ഞങ്ങൾ നിശ്ചയിച്ചത്. എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഉള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ചരിത്രത്തെ ഓർമ്മിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വെള്ളച്ചാലിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടൈലർ മനോഹരേട്ടനെ ആ ടൈലറുടെ ചെന്ന് ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള സംഭവം ആരും മറക്കില്ല. ഞങ്ങൾ തീരെ മറന്നിട്ടില്ല. എന്തായിരുന്നു കാര്യം? ഈ പെരളശ്ശേരി പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ തടയിടുന്നതിന് വേണ്ടി ടൈലർ മനോഹരേട്ടനെ അവിടെ വെള്ളച്ചാൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കോത്തി മുറുകിയത് അവിടെ മരപ്പൊടിയും മണലും വാരിയിട്ട് പിന്നീട് കൊല്ലങ്ങളോടും മുറിമുടങ്ങാതെ വ്രണമെടുത്ത് വേദന സഹിച്ചിട്ടാണ് മനോഹരേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ അതൊന്നും മറന്നിട്ടില്ല. ഇപ്പോ നിങ്ങൾ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ ഈ പെരളശ്ശേരി ടൗണിൽ ഓട്ടോറിക്ഷ ഓടുന്നുണ്ട് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ ട്രിപ്പ് പിടിച്ചുകൊണ്ട് നിങ്ങൾ പെരളശ്ശേരിയിലെ ഉൾപ്രദേശത്ത് കൊണ്ടുപോയി എന്നിട്ട് ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആരായിരുന്നു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്? നിങ്ങൾ കണ്ണൂരിലുള്ള ഒരു ടീമിന് കൊട്ടേഷൻ. ആരാണ് ആ കൊട്ടേഷൻ ടീം? കണ്ണൂർ നഗരത്തിൽ പിടിച്ചുപറി നടത്തുന്ന 4-ാം കിട സംഘത്തെ കൊട്ടേഷൻ കൊടുത്തു. ആരോ? നിങ്ങൾ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല. എന്നിട്ട് ആ പാവം പ്രവർത്തകന് വ്യക്തിത്വത്തെ അവഗണിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി? ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയില്ലേ? പക്ഷേ ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങളുടെ പ്രവർത്തകനെ കൊട്ടേഷൻ കൊടുത്തിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഇനിയും പുകമറയത്ത് തന്നെയുണ്ട്. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് ഞങ്ങൾ പറയുകയാണ്. ഇപ്പോ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങൾ അടങ്ങാതിരുന്നു. പൊതുവാച്ചേരി ഞങ്ങളുടെ മനീഷ്, ഞങ്ങളുടെ പെരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മനീഷിന്റെ വീടിന് നേരെ നിങ്ങൾ ബോംബിടുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ മൂന്നാട്ടും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. നിങ്ങൾ അത് വെച്ചു അദ്ദേഹത്തിന് വീട് ആക്രമിച്ചില്ലേ? ഈ പെരളശ്ശേരിയിൽ നിന്ന് ഐവർ ശാഖയിൽ പോകുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അദ്ദേഹത്തിന്റെ അച്ഛൻ ദേശാഭിമാനിയിൽ നിന്നായിരുന്നു. ആ പാവം പയ്യനെ പയ്യത്തെ കടയിൽ വെച്ചിട്ട് ക്രൂരമായി
ഞങ്ങൾ എല്ലാം ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു രസമായിരിക്കും എന്തെങ്കിലും തമ്മാടത്തം ചെയ്ത് അതിൽ പാർട്ടിക്ക് ബന്ധമില്ല. മിനിഞ്ഞാന്ന് ഈ പെരളശ്ശേരി ടൗണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് തുറക്കുന്നത് സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഓഫീസ് കൂടി വാടകയ്ക്ക് നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ വീടിന് നേർക്ക് ബോംബെറിയുണ്ടായി. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അത് പടക്കമായിരുന്നു. എന്തൊരു നാടിനെ പറ്റിയാക്കിയത് ഈ ഞാൻ ഏത് കാരണങ്ങൾ തുടങ്ങി? രാത്രി 10 മണിക്ക് ആ വീട്ടിൽ അമ്മയും കുഞ്ഞുങ്ങളും കുടുംബസമേതം ടി വി കണ്ടു തുറന്ന സമയത്ത് ആ വീടിന് നേരെ നിങ്ങൾ ആക്രമിച്ചു. ഭാഗ്യം കൊണ്ട് തൊട്ടടുത്ത മതിൽ തട്ടിയത് പുറത്തു വീണു, പൊട്ടിത്തെറിച്ചു. നിങ്ങൾ പറയുന്നത് പടക്കമാണെന്ന്. ഈ പെരളശ്ശേരി പഞ്ചായത്ത് വേറെ ആരുടെയും വീടാശ്രയം പടക്കം പറ്റിയില്ലല്ലോ. നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ ഭാവന ഉണ്ടാക്കാൻ സാധിക്കുന്നു? ഇത് മാത്രമോ? ഏതെല്ലാം തരത്തിൽ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനത്തെയും അവഹേളിക്കുന്നതിനും അതിന്റെ ചൈത്രയാത്രയെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നു. ശ്രീകൃഷ്ണ ജയന്തി എന്താ? ശ്രീകൃഷ്ണ ജയന്തി പെരളശ്ശേരി പഞ്ചായത്തിൽ ആദ്യമായിട്ടാണോ നടത്തുന്നത്? വളരെ വർഷങ്ങൾക്ക് മുന്നേ ഈ ശ്രീകൃഷ്ണ ജയന്തിയും അതുപോലുള്ള മറ്റ് പല പരിപാടികളും രാഷ്ട്രീയ സ്വയംസേവക സംഘവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. ഇന്നും ഇന്നലെ തുടങ്ങിയോ? ഇപ്പോഴെന്താ നിങ്ങൾക്ക് ഒരല്പം ഭാരതീയ? കഴിഞ്ഞ വർഷം പെരളശ്ശേരി അമ്പലത്തിൽ നടത്തുന്ന ആ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തെ തടസ്സപ്പെടുത്താൻ നമ്മുടെ പ്രവർത്തനെ ആക്രമിച്ചു. ഈ വർഷം അവിടെ ഐവറുകൾക്ക് ഈ പെരളശ്ശേരിയിൽ തുടങ്ങി ഐവറുകൾ പാലക്കാട്ട് മലപ്പുറം മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് നടന്ന ശോഭയാത്ര, ആ ശോഭയാത്രയുടെ തടസ്സപ്പെടുത്തുന്ന അണിയറയിൽ ഏതൊക്കെ നില കുരുട്ട് ബുദ്ധികൾ നിങ്ങൾ തെരഞ്ഞെടുത്തു? ആ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിപ്പെടുത്തിയ അദ്ദേഹത്തിനെതിരെ കേസില്ല. എടക്കാട് പോലീസ് ആ ഭീഷണിപ്പെടുത്തിയ അദ്ദേഹത്തിനെതിരെ കേസില്ല. മറിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ ആ പാവം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിനെതിരായിട്ടുള്ള കേസ് വർഷങ്ങൾക്ക് മുന്നേ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സാധനാ ശിബിരം ഇവിടെ അന്വേഷണം നടക്കുമ്പോ ഈ പെരളശ്ശേരിയിൽ നിന്ന് ബോംബും മാരകായുധങ്ങളുമായിട്ട് ഇവിടെ അയ്യൂർമൂത്ത് നരനായക നടത്തിയ സാധനാ ശിബിരത്തെ തടസ്സപ്പെടുത്തിയതും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ നിശ്ചിതമായിട്ട് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം തുടർന്നു പോകുന്നു. ഉറപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ ഒരു അന്തരീക്ഷത്തിലല്ല, സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം പോകുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രവർത്തനം മേൽക്കരിയോ ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും പ്രവർത്തനം ഞങ്ങൾ ആക്രമിച്ചിരുന്നു നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു? എന്താ നിങ്ങൾക്ക് അത് ആവാഞ്ഞിട്ടാണോ? മാന്യമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തണം. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഇത് AKGയുടെ നാട്, ഇത് ചുവന്ന മണ്ണിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ AKGക്ക് പോലും അപമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളല്ലേ നിങ്ങൾ തുടരുന്നത്? AKG നിങ്ങളുടെ മാത്രം AKG അല്ല, ഞങ്ങളുടെയും AKG തന്നെയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മഹാനായ AKGയെ, ആ AKGയുടെയും നിങ്ങളുടെ പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം നിങ്ങളും ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിന് പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. പെരളശ്ശേരിയുടെ സമഗ്രമായ വികസനത്തെക്കുള്ള കാഴ്ചപ്പാട് കഴിഞ്ഞ വർഷം പെരളശ്ശേരി പഞ്ചായത്ത് നടന്നു. ഞങ്ങളൊരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പെരളശ്ശേരിയുടെ സമഗ്രമായ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ വിളിക്കുന്നു. ഞങ്ങൾ ഇവിടുത്തെ പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രക്രിയയുമായിട്ടുള്ള മീറ്റിംഗിൽ ഞങ്ങൾ വിളിക്കാറില്ല. എന്താ ഇതൊക്കെ മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ. നാളെ ഈ പെരളശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ഈ പെരളശ്ശേരിയിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഒരു ബസ് സ്റ്റാൻഡ്, ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് സാധിച്ചുമോ? ഇത്രയും കാലമായിട്ട് സാധിച്ചുമോ? എന്നിട്ട് ചുവന്ന മണ്ണാണെന്ന് പറയാം. ഏത് തരത്തിലുള്ള വികസന പ്രക്രിയ നിങ്ങൾ പെരളശ്ശേരി കൊണ്ടുവന്നു? ഈ കോട്ടത്ത് ചൂടി
ചെയ്തു. പെരളശ്ശേരിയും പയ്യാറിനും കിലാറും മക്കളയും മാവിലുമായുള്ള പാടശേഖരങ്ങൾ പോത്തുകയിൽ നശിക്കുന്ന സമയത്ത് അത് കൃഷിയോഗ്യമാക്കുന്നത് നിങ്ങൾക്ക് എന്തായി നടപടി? ജില്ലാ പഞ്ചായത്ത് നിങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾ, പെരളശ്ശേരി പഞ്ചായത്ത് നിങ്ങൾ, എവിടെയാണ് സമഗ്ര വികസനം? എവിടെയാണ് സമഗ്ര വികസനം? അതുകൊണ്ട് നിങ്ങളുടെ ഈ പൊള്ളയായ വികസനത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധത ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. ഞാൻ അധികം നീട്ടുകയല്ല. ഞങ്ങളുടെ ഈ പരിപാടി ജനാധിപത്യ വിരുദ്ധമായ CPM-ന്റെ സമീപനത്തിനെതിരായിട്ട് ഭാരതത്തിന്റെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് ഈ പെരളശ്ശേരിയിൽ തുറക്കുന്നത് അത് മാർക്സിസ്റ്റ് പാർട്ടിയോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പ്രിയങ്കരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ പ്രദേശത്ത് സാധാരണക്കാർക്ക് കിട്ടണം. അതാണ് ഞങ്ങളുടെ ഓഫീസർ. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടുകയല്ല. ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിലൂടെ ചേർന്നിട്ടുള്ള ആദരണീയനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സമിതി അംഗവും നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണദാസാട്ടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ BJPയുടെ കണ്ണൂർ സൗത്ത് ജില്ലയുടെ സെക്രട്ടറി കൂടിയായ ശ്രീമാൻ KP ഹരീഷ് ബാബു, എന്ന മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായ അഡ്വക്കേറ്റ് EP ശ്രീപത്മനാഭൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെയും സംസ്ഥാനത്തെയും മുതിർന്ന നേതാവ്, നമ്മുടെയൊക്കെ അമ്മയും ഗുരുനാഥയുമായ ശ്രീ AP പത്മിനി ടീച്ചർ, BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷനും കോഴിക്കോട് ജില്ലാ പ്രഭാരി കൂടിയായ ശ്രീ സത്യപ്രകാശ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ണൂർ സൗത്ത് ജില്ലാ അമരക്കാരൻ ശ്രീ ബിജു ഏളക്കുടി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിജിൻലാൽ, അതേപോലെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പ്രജിൽ, അതുപോലെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ രമേശൻ, ശ്രീ അജയൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കന്മാരെ, അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം, ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ രഘുനാഥ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷൻ ശ്രീ ബിപിൻ ഐബർകുളം, സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിട്ടുള്ള BJPയുടെ സമ്മേളനത്തിലെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, നമസ്കാരം. ഇന്ന് പെരളശ്ശേരിയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ടൗൺ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഈ സായം സന്ധ്യയിലെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ആഹ്ലാദകരമായിട്ടുള്ള, അതിനപ്പുറത്ത് ആത്മാഭിമാനമുള്ള ഒരു ദിവസമാണിത്. ഈ പെരളശ്ശേരിയുടെ ഹൃദയഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാര്യാലയം ആരംഭിക്കാൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകുന്നതാണ്. പെരളശ്ശേരിയെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 10,000-കണക്കിന് ഭക്തജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യം കൊണ്ട്
പവിത്രമായിട്ടുള്ള പെരളശ്ശേരിയുടെ മണ്ണ്. ആധ്യാത്മികമായിട്ട് മാത്രമല്ല പെരളശ്ശേരിക്ക് പ്രാധാന്യമുള്ളത്, മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ ലോകസഭയില് പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിച്ച മഹാനായ AKജിക്ക് ജന്മം നൽകിയ നാട് കൂടിയാണ് പെരളശ്ശേരി എന്നുള്ളതും ഈ പെരളശ്ശേരിയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നില്ല. ഈ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് കാര്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ഏറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. ഞാനിപ്പോഴും തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ വന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കണ്ണൂരിൽ നിന്ന് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ പെരളശ്ശേരിയിലെ BJP ഓഫീസ് കാര്യാലയം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏതായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ജനങ്ങളോട് ഒരു കാര്യം പറയുകയുണ്ടായി, മാറാത്തത് ഇനി മാറും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ആദ്യം ഞങ്ങൾക്ക് മാറാത്തത് മാറും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പെരളശ്ശേരിയിലെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാര്യാലയം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുക വഴി മാറാത്തത് മാറുമെന്ന് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അടിസ്ഥാനപരമാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം പെരളശ്ശേരി ഒരു പാർട്ടിയുടെ പതാക മാത്രമേ പറന്ന് കളിക്കാറുള്ളൂ, ഒരു പാർട്ടിയുടെ ശബ്ദം മാത്രമേ അനുവദിക്കാറുള്ളൂ. ഇവിടെ മറ്റു പാർട്ടികളുടെ അനുഭാവികളും പ്രവർത്തകരും ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തങ്ങളുടെ പതാക മാത്രം പാറിയാൽ മതി, തങ്ങളുടെ ശബ്ദം മാത്രം കേട്ടാൽ മതി, തങ്ങളുടെ പ്രവർത്തനം മാത്രം നടത്തിയാൽ മതി. ഈ ഫാസിസ്റ്റ് നിലപാടാണ് ഇക്കാലം അത്രയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പ്രവർത്തനം സ്വതന്ത്രമായ അവരുടെ പ്രവർത്തനം നടത്താൻ സാധിക്കാതെ വന്നത്. പക്ഷേ ഈ കാലം മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടത്തിന്റെ ആരംഭമാണ് ഈ പെരളശ്ശേരിയിലെ കാര്യാലയ ഉദ്ഘാടനത്തോടുകൂടി നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യാലയം ഇതിന്റെ കെട്ടിടത്തിന്റെ ഉടമയായ ശ്യാമള ചേച്ചിയുടെ വീട്ടിലേക്കാണ് ബോംബേർ നടത്തിയത്. ഞാൻ ചോദിക്കാൻ പറയാൻ ആഗ്രഹിക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും കണ്ണൂർ മോഡൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരള മോഡൽ ജനങ്ങൾ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തന്നെ കണ്ണൂർ മോഡലും തിരസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോഴ് മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും കണ്ണൂർ മോഡൽ നടപ്പിലാക്കാൻ വേണ്ടി ഈ ജില്ലയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ മോഡൽ? കണ്ണൂർ മോഡൽ എന്ന് പറയുന്നത് വാക്കത്തിയും കൊലക്കത്തിയും ബോംബേറും കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന, അമർച്ച ചെയ്യുന്ന ഈ രാഷ്ട്രീയമാണ് കണ്ണൂർ മോഡൽ എന്ന് പറയുന്നത്. ആ കണ്ണൂർ മോഡൽ മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കാലം മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾ കണ്ണൂർ മോഡലിൽ നടപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ഈ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ ഈ നിങ്ങളുടെ കണ്ണൂർ മോഡൽ കുടിച്ചു മൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. എന്താ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിച്ചതെന്നറിയോ? ഇവിടെ BJP പ്രവർത്തകരുടെ വീടിന് ബോംബെറിയുക, BJP പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുക, കെട്ടിടം നൽകിയിട്ടുള്ള വീട്ടുടമയെ ബോംബെറിഞ്ഞ് ഭീഷണിപ്പെടുത്തുക, ഭീതി പടർത്തുക. ഇതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ പ്രകോപിപ്പിച്ച് തിരിച്ചടി ഉണ്ടാക്കി ഒരു സംഘർഷം ഈ കണ്ണൂർ ജില്ലയിൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കുക. അതുവഴി തങ്ങൾക്കൊരു രക്തസാക്ഷിയെ കിട്ടിയാൽ അത് വളരെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് അവരുടെ നിഗമനം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ഒരു ആഭ്യന്തര സംഘർഷത്തില്, മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് നാടിതുവരെ നേരിടാത്ത ആശയക്കുഴപ്പത്തില്, അതിനെ മറച്ചുപിടിക്കാൻ, അണികളെ ശ്രദ്ധ തിരിക്കാൻ വീണ്ടും കണ്ണൂർ മോഡൽ നടപ്പാക്കി, അക്കവും അതുപോലെയും നടപ്പാക്കി ഈ കണ്ണൂർ ജില്ലയിൽ അന്തരീക്ഷം ഭീകരമായിട്ടുള്ള അന്തരീക്ഷം
സൃഷ്ടിക്കാനാണ് അവർ തയ്യാറാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഈ അക്രമത്തെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച്, സംഘർഷത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ അധ്യക്ഷൻ പ്രകാശ് ബാബു സൂചിപ്പിച്ചു, ഞങ്ങളുടെ രാഷ്ട്രീയം അറുകൊലയുടെയും അക്രമത്തിന്റെയും രാഷ്ട്രീയമല്ല, വികസിത കേരളത്തിന്റെ രാഷ്ട്രീയമാണ്, വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, ജനക്ഷേമത്തിന്റെ രാഷ്ട്രീയമാണ്. ഞങ്ങളുടെ ലക്ഷ്യം വികസിത കേരളമാണ്, വികസിത കണ്ണൂരാണ്, വികസിത പെരളശ്ശേരിയാണ് ഞങ്ങളുടെ പുതിയ രാഷ്ട്രീയം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പ്രവർത്തകന്മാരെ ആരെങ്കിലും വകവരുത്തുമെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പ്രകോപനമാണ് സൃഷ്ടിക്കുന്നത്. ഞങ്ങൾ വകവരുത്തുന്ന രാഷ്ട്രീയമല്ല ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും പാവപ്പെട്ട സാധാരണക്കാരനായ പ്രവർത്തകന്മാരെ വകവരുത്തുകയല്ല BJPയുടെ രാഷ്ട്രീയം. മറിച്ച് മാർക്സിസ്റ്റ് പ്രവർത്തകരെ വകവരുത്തുന്നതിന് പകരം അവരെ തങ്ങളുടെ വശത്താക്കി മാറ്റുക എന്ന പുതിയ രാഷ്ട്രീയമാണ് ഭാരതീയ ജനതാ പാർട്ടി പിന്തുടരുന്നത്. ഞങ്ങൾ ഈ അക്രമത്തിലൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ മോഡൽ ആരംഭിക്കുന്നത്, നടപ്പാക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മാർക്സിസ്റ്റ് പാർട്ടി സംഘടനാപരമായ പ്രതിസന്ധിയെ നേരിടുമ്പോൾ പാർട്ടിക്കകത്ത് അതിരൂക്ഷമായ ആശയക്കുഴപ്പങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പ്രവർത്തകന്മാരുടെ ശ്രദ്ധയും തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് എന്നും അക്രമടിച്ചു വിടുന്നത്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി അത്തരമൊരു പ്രതിസന്ധിയില്ല. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായിയിൽ നിന്ന് പെരളശ്ശേരിയിലേക്കുള്ള ദൂരം 10 കിലോമീറ്റർ ഉണ്ടാവും. 10 കിലോമീറ്റർ ഉണ്ടാവും. 5 കിലോമീറ്റർ. അതായത് പിണറായിയിൽ നിന്ന് പെരളശ്ശേരിയിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് മഹാനായ AKGയിലേക്കുള്ള അകലം വളരെ വലുതാണ്. പ്രിയമുള്ളവരെ, എന്താണ് പിണറായി വിജയനും AKGയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വളരെ വ്യക്തമാണ്. പിണറായി വിജയനും AKGയും തമ്മിലുള്ള അന്തരം വളരെ വലുതാണെന്ന് പറയുന്നത് വെറുതെയല്ല. ഒന്ന്, AKG മുറുകെ പിടിച്ചത് ആദർശ രാഷ്ട്രീയമാണെങ്കിൽ പിണറായി മുറുകെ പിടിക്കുന്നത് അധികാര രാഷ്ട്രീയമാണ്. AKG മുറുകെ പിടിച്ചത് അധ്വാനിക്കുന്നവന്റെ രാഷ്ട്രീയമാണെങ്കിൽ പിണറായി വിജയൻ പിന്തുടരുന്നത് അധോലോകത്തിന്റെ രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ AKG ഉയർത്തിപ്പിടിച്ചത് വർഗ രാഷ്ട്രീയമാണെങ്കിൽ പിണറായി വിജയൻ ഉയർത്തിപ്പിടിക്കുന്നത് വർഗീയതയുടെ രാഷ്ട്രീയമാണ്, മതവർഗീയതയുടെ രാഷ്ട്രീയമാണ്, ഭീകരവാദത്തിന്റെ രാഷ്ട്രീയമാണ്. ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങള് AKGയും പിണറായി വിജയനും തമ്മിലുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി തകർച്ചയില്ല. ഇപ്പൊ ഞങ്ങളെ കെട്ടിടം തന്ന ഉടമസ്ഥര് നേരെ ബോംബെറിഞ്ഞത് കൊണ്ടോ BJPയുടെ പ്രവർത്തകർക്ക് നേരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയാൽ ഒരു പുതിയ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വന്നതായി കാണാൻ സാധിക്കും. എന്താണത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളില് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ വളർച്ചയാണ് ഉണ്ടായത്, വോട്ടിന്റെ വലിയ ഉയർച്ചയാണ് ഉണ്ടായത്. അതായത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ആലപ്പുഴയില് മാർക്സിസ്റ്റ് പാർട്ടി എന്നും അഭിമാനത്തോടുകൂടി പറയുന്ന